അവളുടെ ഉപജീവനം മുഴുവനാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. ഒരിക്കലും അന്തോണീസ് തിരുമേനിയുമായി ഒത്ത് തിരുമേനിയുടെ ഒരു കസിന്റെ വീട്ടിലേക്ക് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. കൊല്ലത്തിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഭവനത്തിൽ നിന്നൊരു കാറ് വരും. അപ്പം അതിലാണ് ഞങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന യാത്ര. എങ്ങനെ തുടർന്നു. തൃശ്ശൂർ എത്തിയപ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്ന് 2 പൊതി കൊണ്ട് തന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾക്ക് കാറെ കയറി ഇരുന്ന് കഴിക്കാമെന്ന് പറയുകയാണ്, തിരുമേനി പറയുകയാണ്. ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ കാറേ കയറി. നമസ്കാരം എല്ലാം കഴിഞ്ഞു. തിരുമേനിയുടെ മടിയിലേക്ക് ഒരു പേപ്പർ ഇട്ടു. ഈ ഭക്ഷണപ്പൊതി തുറന്ന് വെച്ചു. ഒരു വയസ്സായ ഒരു അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വല്ലതും, എനിക്ക് കഴിക്കാൻ വല്ലതും തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ തിരുമേനി ചോദിക്കും, കഴിക്കാൻ ഭക്ഷണം വേണോ പൈസ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണം മതി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ 2 പൊതിയേ ഉള്ളൂ. തിരുമേനി ഓൾറെഡി ഒരു പൊതി, ആദ്യത്തെ പൊതി തിരുമേനിക്കുള്ള പൊതി തുറന്ന് തിരുമേനി എന്നോട് പറഞ്ഞു ആ പൊതി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. ഞാനും തിരുമേനിയും കുറച്ച് ഭക്ഷണമേ കഴിക്കത്തുള്ളൂ. പക്ഷേ ഈ പൊതി പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു നഷ്ടം തോന്നി. കാരണം വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്ന പൊതി ആ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് കഴിക്കാനായിട്ടുള്ള ഒരു അതിയായ മോഹം എനിക്കും ഉണ്ടാവുമല്ലോ, സ്വന്തം അമ്മയല്ലേ എത്രയാണേലും. അപ്പം എന്തായാലും തിരുമേനി പറഞ്ഞു നമുക്ക് 2 പേർ കൂടി ഒരു പൊതി കൊണ്ട് കഴിക്കാം. ആ പൊതി അങ്ങ് തിരുമേനി ആ അമ്മയ്ക്ക് കൊടുത്തു. അവരല്പം മാറി ഒരു മരച്ചോട്ടിൽ ചെന്നിരുന്ന് വളരെ ആവേശത്തോടു കൂടി അത് കഴിക്കുകയാണ്. തിരുമേനിയും ഭക്ഷണം കഴിച്ചു. ബാക്കി ഭാഗം ഞാനും കഴിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് അവർ വീണ്ടും മടങ്ങി വരികയാണ്. മടങ്ങി വന്നിട്ട് തിരുമേനിയോട്, അവർക്കറിയത്തില്ലല്ലോ തിരുമേനിയാണോ ആരാണെന്ന്, മോനെ നല്ല ഭക്ഷണമായിരുന്നു, ഇതുണ്ടാക്കിയ അമ്മയെ അനുഗ്രഹിക്കട്ടെ, ഇത് തന്ന മോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. തിരുമേനിയോടാണെന്ന് പറയുന്നത്. വിശപ്പിന് എന്ത് മോന് എന്ത് അമ്മ. തിരുമേനി എന്നോട് പറഞ്ഞു, ഇയാൾക്ക് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ പറ്റാത്തതിലുള്ളൊരു വിഷമം ഉണ്ടല്ലേ, പക്ഷേ അവരുടെ ആ മുഖത്തെ ഒരു സംതൃപ്തി, ആ സാറ്റിസ്ഫാക്ഷൻ കണ്ടില്ലേ. ഇതിനേക്കാൾ മറ്റെന്താണ് നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടത്? നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ, ഒരാൾക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ലെവല് 100 ആയിരിക്കണം. അല്ലാതെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അതൊന്നും വലിയ അർത്ഥമില്ല. ഇന്ന് ചാരിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും പല സംഘടനകൾക്ക് കൊടുക്കുന്നതല്ല, പല ആളുകളിൽ നിന്ന് വാങ്ങിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്നതാണ്.